Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ സ്റ്റുഡൻസ്, ഹ്യൂമൻ ഐയെക്കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചോദ്യം നോക്കിയാലോ? ചോദ്യം ഇതാണ്: മനുഷ്യനേത്രത്തിലെ ലെൻസ് സിസ്റ്റം ഒരു ലൈറ്റ് സെൻസിറ്റീവ് സ്ക്രീനിൽ ഇമേജ് ഫോം ചെയ്യുന്നു. ഇതിനെ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ കോർണിയ, ഓപ്ഷൻ ബി സീലിയറി മസിൽസ്, ഓപ്ഷൻ സി ഒപ്റ്റിക് നെർവ്സ്, ഓപ്ഷൻ ഡി റെറ്റിന. ഇതിൽ ഏതാണ് ശരിയുത്തരം? ഓരോ പാർട്ടിന്റെയും ഫംഗ്ഷൻസ് നോക്കി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. കണ്ണിന്റെ ക്രോസ് സെക്ഷൻ ഡയഗ്രം ശ്രദ്ധിക്കൂ. കോർണിയ എന്ന തിൻ മെംബ്രെയിൻ വഴിയാണ് ലൈറ്റ് ഉള്ളിലേക്ക് കടക്കുന്നത്. അതിനുശേഷം ഐ ലെൻസ് ഒബ്ജക്റ്റിന്റെ ഒരു ഇൻവെർട്ടഡ് റിയൽ ഇമേജ് ഫോം ചെയ്യുന്നു. ഈ ഇമേജ് ഫോം ചെയ്യുന്നത് കണ്ണിന്റെ ബാക്ക് സർഫസിലുള്ള റെറ്റിന എന്ന ഡെലിക്കേറ്റ് മെംബ്രെയിനിലാണ്. നമുക്ക് ബാക്കിയുള്ള പാർട്സിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കണ്ണിന്റെ ഫ്രണ്ടിലുള്ള തിൻ മെംബ്രെയിൻ ആണ് കോർണിയ. ലൈറ്റ് റേസിന്റെ മിക്ക റിഫ്രാക്ഷനും നടക്കുന്നത് ഇതിന്റെ ഔട്ടർ സർഫസിൽ വെച്ചാണ്. സീലിയറി മസിൽസോ? ഐ ലെൻസിന്റെ കർവേച്ചർ മോഡിഫൈ ചെയ്ത് ഫോക്കൽ ലെങ്ത് ചേഞ്ച് ചെയ്യാൻ ഇവ സഹായിക്കുന്നു. അടുത്തത് ഒപ്റ്റിക് നെർവ്സ്. ലൈറ്റ് സെൻസിറ്റീവ് സെൽസ് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ് ബ്രെയിനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒപ്റ്റിക് നെർവ്സ് ആണ്. ഇനി റെറ്റിനയെക്കുറിച്ച് നോക്കാം. ഒരുപാട് ലൈറ്റ് സെൻസിറ്റീവ് സെൽസ് ഉള്ള ഒരു ഡെലിക്കേറ്റ് മെംബ്രെയിൻ ആണ് റെറ്റിന. ഐ ലെൻസ് ഒരു റിയൽ ആൻഡ് ഇൻവെർട്ടഡ് ഇമേജ് ഫോം ചെയ്യുന്ന ലൈറ്റ് സെൻസിറ്റീവ് സ്ക്രീൻ ആയി ഇത് ആക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫൈനൽ കൺക്ലൂഷൻ എന്താണ്? ഇമേജ് ഫോം ചെയ്യുന്ന ലൈറ്റ് സെൻസിറ്റീവ് സ്ക്രീൻ എന്ന് പറയുന്നത് റെറ്റിന ആണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡിയുമായി മാച്ച് ചെയ്യുന്നു. നമുക്ക് കറക്റ്റ് ആൻസർ ആയ ഓപ്ഷൻ ഡി മാർക്ക് ചെയ്യാം. സൂപ്പർ! കൺസെപ്റ്റ് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. ഹാപ്പി ലേണിംഗ്!